Namaste. Welcome to S4 Science. Difficult roads often leads to beautiful destinations. With this thought, let's start today. This is our second part of our physics chapter, electricity. Today, we are going to learn about electric potential and potential difference. In the last class, we learned about electric current. Electric current is the amount of charge flowing through a cross-sectional area of a conductor in unit time, or otherwise we can express it as rate of flow of charge. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിരുന്നു, അതിൻ്റെ യൂണിറ്റ് പഠിച്ചിരുന്നു, ടോട്ടൽ ചാർജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കൊച്ചു എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. 2-3 എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിച്ചണിലൊന്ന് പോകാം. കിച്ചണിൽ നമ്മുടെ LPG ഗ്യാസ് സ്റ്റൗവും ഉണ്ട്, LPG സിലിണ്ടറും ഉണ്ട്. ഗ്യാസ് സ്റ്റൗ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ലൈറ്റർ വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ കത്തുമോ? ഇല്ലല്ലേ. നമ്മൾ അതിൻ്റെ നോബ് തിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിലൂടെ ഗ്യാസ് പുറത്തേക്ക് വന്നാൽ മാത്രമാണ് അത് കത്തുന്നത്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്യാസ് ഇതിലേക്ക് വരുന്നത്? കാരണം സിലിണ്ടർ താഴെയാണ് ഇരിക്കുന്നത്, അല്ലേ? എന്നിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗ എവിടെയാണ് ഇരിക്കുന്നത്? മുകളിലാണ് ഇരിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് സ്റ്റൗ വരെ, ഗ്യാസ് സ്റ്റൗവിൻ്റെ ബർണർ വരെ ഗ്യാസ് വരുന്നുണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? കാരണം ഗ്യാസ് സിലിണ്ടറിലെ ഗ്യാസ് എന്ന് പറയുന്നത് ഹൈ പ്രഷറിലിരിക്കുന്ന ഗ്യാസാണ്. അതേസമയം ബർണറിലുള്ളത് എന്താണ്? ലോ പ്രഷറിലാണ്. ബർണർ എപ്പോഴും ലോ പ്രഷറിലാണ്. അവിടെ ഗ്യാസിൻ്റെ എമൗണ്ട് കുറവാണ്, അല്ലേ? ഉണ്ട് ഇല്ല എന്നല്ല പറഞ്ഞത്, ഉണ്ട്, ബട്ട് അതിൻ്റെ ഗ്യാസിൻ്റെ എമൗണ്ട് കുറവാണ്. അപ്പോൾ അത് ലോ പ്രഷറാണ് അവിടെ, അല്ലേ? അപ്പം എപ്പോഴും ഗ്യാസ് ഇങ്ങനെയാണ് ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഗ്യാസ് വരും. അപ്പം നമ്മളോട് എപ്പോഴും അമ്മമാർ പറയാറുണ്ട്, എന്ത്, നമ്മൾ ഗ്യാസിൻ്റെ നോബ് ഓൺ ചെയ്താൽ ഉടനെ തന്നെ ലൈറ്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാസ് മുകളിലേക്ക് വന്നിട്ട് നമ്മൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകാൻ അല്ലെങ്കിൽ പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇവിടെ ലോ പ്രഷറാണ്. ഗ്യാസ് സിലിണ്ടറിലുള്ള ഗ്യാസ് ഹൈ പ്രഷറിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലോ നടക്കും. എവിടുന്ന്? ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്ക്. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വിൻഡിൻ്റെ ഫോർമേഷൻ. എങ്ങനെയാണ് വിൻഡ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ കാറ്റ് ഉണ്ടാവുന്നത്? എങ്ങനെയാണ്? എപ്പോഴും എയർ ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലേക്ക് ഫ്ലോ ചെയ്യുമ്പോഴാണ് എന്ത്? വിൻഡ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ, അല്ലെന്നുണ്ടെങ്കിൽ വിൻഡിൻ്റെ ഫോർമേഷൻ. മൂന്നാമത്തെ എക്സാമ്പിൾ നിങ്ങൾ ലോവർ ക്ലാസ്സസിൽ പഠിച്ചതാണ്. ഇതും എന്ത്? കണ്ടക്ഷൻ എന്ന് പറയുന്ന കാര്യം. അതായത് നമ്മളൊരു സ്പൂൺ ജസ്റ്റ് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഹീറ്റ് എനർജി സ്പൂണിനെ ചൂടാക്കും. ഈ ഗ്യാസിൻ്റെ ഹീറ്റ് എനർജി സ്പൂണിനെ ചൂടാക്കും. എന്നിട്ട് ആ ചൂടാവുന്ന ഭാഗത്ത് അപ്പോഴും നമ്മൾ പിടിച്ചിരിക്കുന്ന ഭാഗം തണുത്ത് തന്നെയായിരിക്കും. ഇത് നല്ല രീതിയിൽ ഹീറ്റായി കഴിയുമ്പം ഈ ഹീറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ഈ നമ്മുടെ കൈയിരിക്കുന്ന ഭാഗത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ആ സ്പൂണിൻ്റെ നമ്മൾ പിടിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ആകും. അപ്പം ഇവിടെ നമ്മൾ ചൂടാക്കുന്ന ഭാഗത്ത് ഹൈ എനർജി ആയിരിക്കും, ഹൈ ഹീറ്റ് എനർജി ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ലോ ഹീറ്റ് എനർജി. അപ്പോൾ അതുകൊണ്ടാണ് ഹൈ എനർജി ലെവലിൽ നിന്ന് ലോ എനർജി ലെവലിലേക്കായിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന ഒരു ഈ ഒരു പ്രോസസ്സാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. കണ്ടക്ഷൻ ഇപ്പം നമുക്കിവിടെ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഈ ഒരു ഡിഫറൻസ് മാത്രം നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 3 എക്സാമ്പിൾസിലും ഒരു ഫ്ലോ നടക്കുന്നുണ്ട്, അല്ലേ? ഒരു ഫ്ലോ നടക്കുന്നുണ്ട്. എന്തിൻ്റെയൊക്കെയാ? ആദ്യമേ ഗ്യാസിൻ്റെ ഫ്ലോ. ഗ്യാസ് ഫ്ലോ ചെയ്യുന്ന എവിടെ നിന്നാണ്? ഹൈ കോൺസെൻട്രേഷൻ ലെവലിൽ നിന്നും ലോ കോൺസെൻട്രേഷൻ ലെവലിലേക്ക്, അല്ലേ? പിന്നെ രണ്ടാമത് നമ്മൾ എയറിൻ്റെ, വിൻഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ആ വിൻഡിൽ എയർ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? ഹൈ കോൺസെൻട്രേഷൻ ലെവലിൽ നിന്നും ലോ കോൺസെൻട്രേഷൻ ലെവലിലേക്ക്. പിന്നെ നമ്മൾ പറഞ്ഞത് ഹീറ്റ് എനർജിയുടെ കാര്യമാണ്. ഹീറ്റ് എനർജിയും ഹൈ ഹീറ്റ് എനർജി ലെവലിൽ നിന്ന് ലോ ഹീറ്റ് എനർജി ലെവലിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആവുന്നത്, അല്ലേ? അപ്പോൾ ഈ ഇതിലെല്ലാം നമുക്ക് ഫ്ലോ നടക്കുന്നത് ഒരു ഹയർ ലെവലിൽ നിന്നും ഒരു ലോവർ ലെവലിലേക്കാണ് എപ്പോഴും ഒരു ഫ്ലോ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇലക്ട്രിക് കറണ്ടിൻ്റെ കാര്യം. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ്? ഫ്ലോ ഓഫ് ചാർജ് ആണ്, അല്ലേ? ഫ്ലോ ഓഫ് ചാർജ്. ഫ്ലോ ഓഫ് ചാർജ് എങ്ങനെയാണ് നടക്കുന്നത്? വെൻ ഇലക്ട്രോൺസ് മൂവ്, അല്ലേ? ഇലക്ട്രോൺസ് മൂവ് ത്രൂ എ ക്ലോസ്ഡ് പാത്ത് കണ്ടിന്യൂസ്ലി. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ഫ്ലോ ഓഫ് ചാർജ് നടന്നതെന്ന് നമുക്ക് പറയാവുന്നത്.
പക്ഷേ നമ്മളുടെ ഒരു മെറ്റൽ സ്ട്രിപ്പിൽ ഇലക്ട്രോൺസ് വെറുതെ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. They are randomly moving in that metal strip. Electrons are randomly moving. In order to align them or in order to make them flow in one direction, we have to supply some energy. We have to supply some energy. And here the energy is supplied through this battery. Okay, this is a battery. This is a symbol for a battery. The first long line and the second short line represent one cell. When 2 or 3 cells are connected like this, this becomes a battery. അപ്പോൾ ഇതാണ് ഒരു ബാറ്ററി. ഓക്കെ, അപ്പോൾ ഒരു ബാറ്ററിക്ക് ഒരു പോസിറ്റീവ് എൻഡ് ഉണ്ട്, ഒരു നെഗറ്റീവ് എൻഡ് ഉണ്ട്. എന്താണ് ഈ പോസിറ്റീവ് എൻഡും എന്താണ് ഈ നെഗറ്റീവ് എൻഡും, എങ്ങനെയാണ് ഈ പോസിറ്റീവ് എൻഡ് ഉണ്ടായത്, എങ്ങനെയാണ് ഈ നെഗറ്റീവ് എൻഡ് ഉണ്ടായത് എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. So in battery some chemical reactions take place. Okay, in battery some chemical reactions take place, and because of those chemical reactions positive charges accumulate at one end and negative charges accumulate at the other end. Here creates a difference in the concentration level of positive charges and negative charges. Here positive charges accumulate and here negative charges accumulate due to the chemical reaction. So these 2 points are termed as electric potential. Okay, these 2 points, the accumulated positive charge is electric potential at one end and the other charge, that is negative charge accumulated at the other end, is the electric potential at that end. അതായത് ഇവിടെ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ് പോസിറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഈ എൻഡിൽ നെഗറ്റീവ് ചാർജസും അക്യുമുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു അക്യുമുലേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ ഈ അക്യുമുലേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് നമുക്ക് അതിനെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഈ ഒരു പോയിന്റിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, അതായത് പോസിറ്റീവ് ചാർജസിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്തു. ഇവിടെയോ, ഇവിടെ നെഗറ്റീവ് ചാർജസിന്റെയാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ രണ്ട് ചാർജസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ഈ ഒരു പോയിന്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ അക്യുമുലേഷൻ ഓഫ് ചാർജസിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് രണ്ട് സൈഡിലും, അതായത് ഒരു സെല്ലിന്റെ രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി ഈ രണ്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ ആ റാൻഡംലി മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് അലൈൻ ചെയ്തൊരു ലീനിയർ മോഷനിലെത്തും. എന്നിട്ട് എന്ത് സംഭവിക്കും? അത് ഈ പോസിറ്റീവ് ചാർജിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ ഒരു ചാർജ് ഡെഫിഷ്യൻസി, നെഗറ്റീവ് ചാർജിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് കണ്ടിന്യൂസ് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഒരു ചാർജ് അക്യുമുലേഷൻ ഉണ്ടായി, അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടായി. ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാരണം അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തു. ആ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് ഈ കറണ്ട് ഫ്ലോയ്ക്ക് കാരണമായി മാറിയത്. ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? Due to the accumulation of charges, different charges or electric potential at different points, there is a movement of electrons. So this movement of electrons is due to the potential difference created at the 2 points, അല്ലെങ്കിൽ 2 ends. This movement of electrons or the production of electric current is due to the difference in the electric potentials. That is, it is due to the production of potential difference at the 2 points. So we can define electric potential difference between 2 points in an electric circuit carrying some current as the work done in moving a unit charge from one point to the other point. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഡെഫിനിഷൻ പറയാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത്രയും നീട്ടി എഴുതണമല്ലോ ഒന്നൊന്നും വിചാരിക്കരുത്. പക്ഷേ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇൻക്ലൂഡഡ് ആയിരിക്കണം ആ ഒരു ഡെഫിനിഷനിൽ. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന 2 പോയിന്റിലാണെന്ന് പറഞ്ഞു. അപ്പം ഡെഫിനിഷൻ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. അപ്പം ആ ബിറ്റ്വീൻ 2 points എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു ദ അതർ പോയിന്റ്. അപ്പോൾ ആ ബിറ്റ്വീൻ 2 pointsൽ ആ ഒരു യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വർക്ക് ഡണ്ണിനെയാണ് നമ്മളിവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് എന്താണ്? ഒരു കണ്ടക്ടർ കൂടി ആയിരിക്കണം. അപ്പം കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു സർക്യൂട്ട് എന്ന് കൂടി നമ്മളതിൽ ചേർക്കണം.
ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാമെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഡെഫിനിഷൻ വളരെ എളുപ്പമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. Potential difference between 2 points in an electric circuit carrying some current as the work done in moving a unit charge from one point to other. Simple അല്ലേ? അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് വി വെച്ചിട്ടാണ്. ഇവിടെ വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് നമ്മൾ നോർമലി പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്നത് വോൾട്ടേജ് എന്നാണ്. അപ്പോൾ ആ വോൾട്ടേജിന്റെ വി ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? വർക്ക് ഡൺ ഇൻ മൂവിങ് ഈ യൂണിറ്റ് ചാർജ്. അപ്പം W/Q. ഇവിടെ W എന്ന് പറയുന്നത് വർക്ക് ഡണ്ണും Q എന്ന് പറയുന്നത് ചാർജ്. അപ്പം ഇതിന്റെ യൂണിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? യൂണിറ്റ് എന്ന് പറയുന്നത് വർക്ക് ഡണ്ണിൻ്റെത് ജൂളും ചാർജിൻ്റെത് കൂളമ്പ്. അപ്പം ജൂൾ പെർ കൂളം, അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ്. പിന്നെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? SI unit is volt. Okay, SI unit of potential difference is volt. ഈ വോൾട്ട് വന്നത് ഒരു ഇറ്റാലിയൻ ഫിസിസ്റ്റ് അലസാൻഡ്രോ വോൾട്ടിന്റെ പേരിന്റെ ഇതിലാണ് ഈ വോൾട്ട് SI യൂണിറ്റ് വോൾട്ട് നമ്മളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് കൊടുത്തിരിക്കുന്നത്. SI യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ട് ആണെന്ന് പറയും. അപ്പോൾ നമുക്ക് ഇനി 1 വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. 1 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ potential difference between 2 points in a current carrying conductor when 1 joule of work is done to move a charge of 1 coulomb from one point to other. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 1 വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points in a current carrying conductor when 1 joule of work is done to move a charge of 1 coulomb from one point to another. അപ്പം 1 joule per coulomb ആണ് 1 വോൾട്ട്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് V = W/Q എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇക്വേഷനും V = W/Q എന്നുള്ള ഒരു ഇക്വേഷനാണ്. ഇനി നമുക്ക് ഇതിനെ വർക്ക് ഡണ്ണിന്റെ ടേംസിലേക്ക് ഒന്ന് മാറ്റി എഴുതി നോക്കാം. നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയാണത്. അപ്പം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു Q × V എന്ന് എഴുതാം. ഓക്കെ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു Q × V. ഇത് എളുപ്പം ഓർത്തിരിക്കാൻ ഒരു മാർഗമുണ്ട്. W എന്ന് പറയുന്നത് നമ്മളെന്ന് ഓർക്കുകയാണെങ്കിൽ V നമ്മളാണെന്ന് ഓർത്തു കഴിഞ്ഞാൽ Q × V, കൂവി, നമ്മൾ കൂവി എന്നുള്ളത് വെച്ചിട്ട് നമുക്കിതിനെ ഓർത്തിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു മാർഗമുണ്ട്. ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിളിന്റെ മുകളിൽ നമ്മൾ W എഴുതുന്നു. ഇതിനെ നമ്മൾ ഈ ട്രയാങ്കിളിനെ 3 പാർട്ടാക്കുന്നു. മുകളിൽ W എഴുതുന്നു, ഇവിടെ Q എഴുതുന്നു, ഇവിടെ V എഴുതുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം അല്ലേ? W കണ്ടുപിടിക്കാനാണെങ്കിൽ W ഹൈഡ് ചെയ്യുക. അപ്പം ബാക്കിയുള്ളത് Q × V. അപ്പം Q × V. ഇനി നമുക്ക് ചാർജ് Q ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ W/V. W/V എന്ന് പറയുമ്പോൾ എന്താണ്? W/V ഈസ് Q. ഇനി V ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ W/Q. കണ്ടോ? V = W/Q. എളുപ്പമായില്ലേ? അപ്പം നമ്മൾ എപ്പോഴും വർക്ക് ഡണ്ണിന്റെ ടേംസിൽ എഴുതി വെക്കുകയാണെങ്കിൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വർക്ക് ഡൺ ടേംസിൽ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞു, അതിന്റെ ഇക്വേഷൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് SI യൂണിറ്റ് വോൾട്ട് ആണെന്ന് പറഞ്ഞു. അല്ലാതെ നമ്മൾ യൂണിറ്റ് പറയുമ്പോൾ ജൂൾ പെർ കൂളമ്പ് നമുക്ക് പറയാൻ പറ്റും. കാരണം ജൂൾ എന്ന് പറയുന്നത് വർക്ക് ഡണ്ണിന്റെ യൂണിറ്റും കൂളമ്പ് എന്ന് പറയുന്നത് ചാർജിന്റെ യൂണിറ്റുമാണ്. പിന്നെ വന്നിട്ട് നമ്മൾ 1 വോൾട്ടിനെ ഡിഫൈൻ ചെയ്തു. 1 വോൾട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഈ ഒരു ഇക്വേഷനെ നമ്മൾ വർക്ക് ഡണ്ണിന്റെ രീതിയിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വർക്ക് ഡണ്ണിന്റെ ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ Q × V എന്ന് പറയാം. അത് നമ്മൾ ട്രയാങ്കിൾ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുമ്പം ഈ രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ രീതിയിൽ തന്നെ റെപ്രസെന്റ് ചെയ്യണം. മേളിൽ വിയോ താഴെ W ഒക്കെ വന്നു കഴിഞ്ഞാൽ ആകെ മാറിപ്പോകും. അതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കാൻ ഞാൻ പറഞ്ഞത്. W = QV എന്നുള്ളത് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. W = QV, അതായത് Q × V. ഇങ്ങനെ നമ്മൾ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ Q × V, ചാർജ് കണ്ടുപിടിക്കാൻ W/V, V മീൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ W/Q. എളുപ്പമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള എക്യുപ്മെന്റ് ആണ് വോൾട്ട് മീറ്റർ. ഓക്കെ, വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള എക്യുപ്മെന്റ് എന്നാണ് വോൾട്ട് മീറ്റർ. അപ്പോൾ ഈ വോൾട്ട് മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അമ്മീറ്റർ നമ്മൾ സീരീസിലായിരുന്നു കണക്ട് ചെയ്തിരുന്നത്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ അമ്മീറ്റർ സീരീസിലായിരുന്നു കണക്ട് ചെയ്തിരുന്നത്. വോൾട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത് പാരലൽ ആയിട്ടാണ്. ഓക്കെ,
പാരലൽ ആയിട്ടാണ് നമ്മൾ എപ്പോഴും വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യുന്നത്. സോ വോൾട്ട്മീറ്റർ ഈസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. So potential difference is measured using voltmeter and is connected in a circuit in parallel connection. Parallel connection എങ്ങനെയാണെന്നൊന്ന് നോക്കാം. പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു ബൾബിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ രണ്ട് പോയിന്റിൽ നിന്നാണ് നമ്മൾ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ടച്ച് ചെയ്യാൻ പാടില്ല. ഞാനിത് വരച്ചത് ഇപ്പം തെറ്റിപ്പോയതാണ്. എപ്പോഴും ഇങ്ങനെ വോൾട്ട്മീറ്റർ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ വി എഴുതും. എന്നിട്ട് always remember the positive end of the voltmeter is connected to the positive end of the cell and the negative end to the negative end of the cell, and this is the parallel connection. So from here the connection goes. So it is another connection. It is not in the linear connection, it is another connection. So voltmeter is always connected across the points between which the potential difference has to be measured. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യേണ്ട ആ ഒരു പോയിന്റ്സ്, ആ രണ്ട് പോയിന്റ്സിൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മൾ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ പഠിക്കാനായിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ലേ, ഇപ്പം സിംപ്ലിഫൈ ആയില്ലേ എന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡെഫിനിഷൻ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തിരിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതായത് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ആണ് നമ്മൾ എപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത്. ആ ബിറ്റ്വീൻ ടു പോയിന്റ്സിൽ എന്താണ് മെഷർ ചെയ്യുന്നത്? വർക്ക് ഡൺ, അതായത് ഒരു ചാർജിന്, യൂണിറ്റ് ചാർജിനെ നമുക്ക് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയ വർക്ക് ഡണ്ണിനെയാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് വി വെച്ചിട്ടാണ്, ക്യാപിറ്റൽ വി വെച്ചിട്ട്, വർക്ക് ഡൺ ഡബ്ല്യു, അതുപോലെ തന്നെ ചാർജ് ക്യൂ വെച്ചിട്ട്. ഇനി എന്താണ് പറയേണ്ടത്? അതിന്റെ യൂണിറ്റ് ജൂൾ പെർ കൂളംബ് എന്ന് പറയാം. SI യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. ഇറ്റാലിയൻ ഫിസിസ്റ്റ് അലസാൻഡ്രോ വോൾട്ടിന്റെ പേരിലാണ് ഈ ഒരു വോൾട്ട് SI യൂണിറ്റ് അറിയപ്പെടുന്നത്. 1 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 കൂളം ചാർജിനെ നമുക്ക് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ട 1 ജൂൾ വർക്കിനെയാണ് നമ്മൾ 1 വോൾട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഈ V = W/Q നെ നമുക്ക് ഡബ്ല്യുവിൻ്റെ ടേംസിൽ W = QV എന്ന് നമുക്ക് എഴുതാമെന്ന്. അത് പിന്നെ നമ്മൾ ഈ ട്രയാങ്കിൾ രൂപത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇത് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വോൾട്ട്മീറ്റർ. അപ്പം വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യുന്നതിന് കുറച്ച് നിബന്ധനകളുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, പാരലൽ കണക്ഷനിലായിരിക്കണം എപ്പോഴും കണക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം പിന്നെന്താണ്? വോൾട്ട്മീറ്ററിന്റെ പോസിറ്റീവ് ഷുഡ് ബി കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ഓഫ് ദി സെൽ, വോൾട്ട്മീറ്ററിന്റെ നെഗറ്റീവ് ഷുഡ് ബി കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ഓഫ് ദി സെൽ, and it should be connected between the points or across the points from where we have to measure the potential difference. ഇനി നമുക്ക് അമ്മീറ്ററിന്റെയും വോൾട്ട്മീറ്ററിന്റെയും ഡിഫറൻസ് നോക്കാം. നമ്മൾ അമ്മീറ്റർ എന്താണെന്നും പഠിച്ചു, വോൾട്ട്മീറ്റർ എന്താണെന്നും പഠിച്ചു. ഇനി ഇതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ അമ്മീറ്റർ ആൻഡ് വോൾട്ട്മീറ്റർ. അപ്പോൾ അമ്മീറ്റർ എന്താണ്? Ammeter is used to measure current, അല്ലേ? It is used to measure current. Voltmeter, it is used to measure potential difference. Ammeter is used to measure current and voltmeter is used to measure potential difference. ഇനി സെക്കൻഡ് വൺ എന്താണ്? അമ്മീറ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്, അല്ലേ? ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് കണക്ഷൻ, while voltmeter is connected in parallel. So it is connected in parallel. Okay. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് എന്താണ്? മൂന്നാമത്തെ ഡിഫറൻസ് ആക്ച്വലി നിങ്ങൾ പഠിച്ചിട്ടില്ല, എന്നാലും ഇപ്പം തൽക്കാലം നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. അമ്മീറ്ററിന് 0 റെസിസ്റ്റൻസ് ആണ്. അമ്മീറ്ററിന് 0 റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ലോ റെസിസ്റ്റൻസ് നമുക്ക് പറയാം, അല്ലെങ്കിൽ ലോ റെസിസ്റ്റൻസ്. എന്താണ് റെസിസ്റ്റൻസ് എന്നായിരിക്കും നിങ്ങൾ ഓർക്കുന്നത് അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അടുത്ത പോർഷൻ നമ്മൾ ഓംസ് ലോയിലാണ് റെസിസ്റ്റൻസ് പഠിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പം അമ്മീറ്ററും വോൾട്ട്മീറ്ററും പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം പറയണം. ഇവിടെ വോൾട്ട്മീറ്ററിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഹൈ റെസിസ്റ്റൻസ് ആണ്, ഹൈ റെസിസ്റ്റൻസ്. അപ്പം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആണ്. അതായത് കറണ്ടിനെ കടത്തി വിടാൻ വിസമ്മതിക്കുക, അതല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുക, കറണ്ടിന്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി നമുക്ക് ഓംസ് ലോ പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പം ഇവിടെ സീറോ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് അമ്മീറ്ററിൽ നമ്മൾ കറണ്ട് ആണല്ലോ മെഷർ ചെയ്യുന്നത്. അപ്പം കറണ്ട് മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അമ്മീറ്ററിലൂടെ നല്ല രീതിയിൽ കറണ്ട് പാസ് ചെയ്യണം. എന്നാൽ മാത്രമല്ല നമുക്ക് കറണ്ട് ടോട്ടൽ കറണ്ട് എത്ര പോയെന്ന് മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അതിന് ലോ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സീറോ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. അതേസമയം വോൾട്ട്മീറ്ററിനാണെന്നുണ്ടെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് ആണ്. അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. ഇപ്പം ഇത്രയാണ് ഇതിന്റെ ഡിഫറൻസ്. എന്തൊക്കെയാണ് അമ്മീറ്ററിന്റെയും വോൾട്ട്മീറ്ററിന്റെയും? ഫസ്റ്റ് വൺ, അമ്മീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ കറണ്ട്, voltmeter is used to measure potential difference. Ammeter is connected in series while voltmeter is connected in parallel. Pinnilla difference, it has low resistance or zero resistance. Voltmeter have high resistance. അപ്പോൾ ഇത്രയും ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ ഓർമ്മ വെച്ച് എഴുതാൻ പറ്റും. അമ്മീറ്ററിന്റെ കാര്യം ഇങ്ങനെ ഓർത്താൽ മതി. അമ്മീറ്റർ നമ്മൾ കറണ്ട് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ആ കറണ്ടിന്റെ ഓപ്പോസിങ് ഫാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഫുൾ കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ പോകുന്ന ഫുൾ കറണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് സീറോ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോ റെസിസ്റ്റൻസ് എന്നാണ് അതിനെ പറയുന്നത്. വോൾട്ട്മീറ്റർ വെച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണല്ലോ മെഷർ ചെയ്യുന്നത്. അത് പാരലൽ എന്തുകൊണ്ടാണ്? ആ ഒരു രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് പാരലൽ കണക്ഷനിൽ കൊടുത്തിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സിംബൽസ് ഓഫ് കോമൺ കമ്പോണൻസ് യൂസ്ഡ് ഇൻ എ ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഡയഗ്രാമിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കമ്പോണൻസിന്റെ ഒരു സിംബൽസ് എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. നമ്മളിപ്പം സെല്ലിനെയൊക്കെ റെപ്രസെന്റ് ചെയ്തില്ലേ സർക്യൂട്ട് ഡയഗ്രാമിൽ, അങ്ങനെ ഏത് രീതിയിലൊക്കെ കുറച്ച് കമ്പോണൻസ് ഉണ്ട്, അത് എങ്ങനെയൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. Symbols of common components used in an electric circuit. Now let us see the first one, that is cell. Cell can be represented as a long line and a short line. This long line represents the positive end and the short line represents the negative end. Now second one is battery. Okay, battery. Or we can say it is a connection of cells. Connection of cells. Let us see how. One cell, this is one cell. When connected to another cell, this forms a battery. Okay, this is battery. It also have a positive end and a negative end. Now third one is plug. That is, there are two plugs, open and closed. So when open plug is drawn, we have to draw like this without anything in the brackets. Okay, this is open plug. Now closed plug, fourth one is closed plug. We can draw like this and putting a dot inside this bracket. This is closed plug. അതുപോലെ തന്നെ ഓപ്പൺ സ്വിച്ച് ഉണ്ട്. ഓപ്പൺ സ്വിച്ചിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ലൈൻ, ഇങ്ങനെ ഒരു ചെറിയൊരു ഇത് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഇത് മേലോട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കാനാണെങ്കിൽ ഇത് ഓപ്പൺ സ്വിച്ചിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്ലോസ്ഡ് സ്വിച്ച് നമ്മൾ കാണിക്കുമ്പോൾ ഇതേപോലെ വരയ്ക്കുക. ഇതിങ്ങനെ ഈ ഒരു ലൈനിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന പോലെ വരയ്ക്കുക. അപ്പോൾ ഇത് ക്ലോസ്ഡ് സ്വിച്ചായി. ഓപ്പൺ പ്ലഗ് ഇതുപോലെ, അതായത് നടുക്കൊന്നും ഉണ്ടാവരുത്, ഈ ബ്രാക്കറ്റിൻ്റെ നടുക്ക് ഒന്നും ഉണ്ടാവാൻ പാടില്ല, അത് ഓപ്പൺ. ക്ലോസ്ഡ് എന്ന് പറയുന്നത് നടുക്ക് ഇങ്ങനെ ഒരു ഡോട്ട് ഉണ്ടാവണം, അപ്പോഴാണ് ഇത് ക്ലോസ്ഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ക്ലോസ്ഡ് സർക്യൂട്ട് വരച്ചാലും ഈ ഒരു ഡോട്ട് ഇടാൻ മറന്നു പോയെങ്കിൽ അത് ക്ലോസ്ഡ് സർക്യൂട്ട് ആവില്ല, അപ്പോൾ ആ മാർക്ക് പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചോണം. പിന്നെ സ്വിച്ചാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ മേലോട്ട് പൊങ്ങി, ഇതിൽ ടച്ച് ചെയ്യരുത്, മേലോട്ട് പൊങ്ങിയിരിക്കുന്ന രീതിയിൽ വരയ്ക്കുക. ക്ലോസ്ഡ് സ്വിച്ച്, അതായത് ഓപ്പൺ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക, ക്ലോസ്ഡ് സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വരയ്ക്കുക. ഇതിൻ്റെ ഇടയ്ക്കൊരു, ഈ രണ്ട് ലൈനിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. നൗ ഫിഫ്ത്ത് വൺ ഈസ് ജോയിൻറ്റ്. ഓക്കെ, ജോയിൻറ്റ്. രണ്ട് വയേഴ്സ് തമ്മിൽ എങ്ങനെയാണ് ജോയിൻ്റ് ആവുന്നത്? ഇങ്ങനെ ഒരു വയർ പോകുന്നു, ഈ രീതിയിൽ ഒരു വയർ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മളൊരു ഡോട്ട് കാണിക്കുക. ഇതാണൊരു ജോയിൻറ്റ്, ജോയിൻറ്റ് ഓഫ് എ വയർ അല്ലെങ്കിൽ കണക്ഷൻ ഓഫ് എ വയർ. ഇനി ക്രോസിംഗ് ഓഫ് എ വയർ ആണ് നമ്മൾ പറയുന്നത്. ക്രോസിംഗ് ഓഫ് എ വയർ, ക്രോസിംഗ് കാണിക്കുന്നത്
ഈ രീതിയിൽ ഇങ്ങനെ വരച്ചാൽ ക്രോസിംഗ് ആയി. This is crossing of wires. Now, seventh one is bulb. How can we represent a bulb? It is simple like this. This is bulb. Or otherwise we can draw a small bulb also like this. But don't forget to draw the filament inside the bulb. Otherwise it won't be a bulb. Or this is a simple method of drawing a bulb. Now eighth one is resistor. റെസിസ്റ്റർ ഒക്കെ നിങ്ങൾ ഓംസ് ലോ പഠിച്ചു കഴിയുമ്പോഴാണ് ഈ റെസിസ്റ്ററും ഇനി പറയാൻ പോകുന്ന കമ്പണൻസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നത് ഓംസ് ലോ പഠിച്ചു കഴിയുമ്പോഴാണ്. പക്ഷെ അവിടെ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് എന്താണെന്ന് കാണിക്കുന്നത്. റെസിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഇതാണ് റെസിസ്റ്റർ. ഇനി വേരിയബിൾ റെസിസ്റ്റർ ഉണ്ട്. വേരിയബിൾ റെസിസ്റ്റർ രണ്ട് രീതിയിലുണ്ട്. ആദ്യത്തെ വേരിയബിൾ റെസിസ്റ്റർ എന്താണെന്ന് പറയാം, എങ്ങനെയാണെന്ന് പറയാം. വേരിയബിൾ റെസിസ്റ്റർ കാണിക്കുന്നത് ഈ രീതിയിൽ നമ്മൾ റെസിസ്റ്റർ വരച്ചതുപോലെ തന്നെ വരയ്ക്കുക. എന്നിട്ട് അതിനെ ക്രോസ് ചെയ്തൊരു ആരോ വരച്ചു കഴിഞ്ഞാൽ ഇത് വേരിയബിൾ റെസിസ്റ്റർ ആണ്. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് റിയോസ്റ്റാറ്റ് ആണ്. റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് വേരിയബിൾ റെസിസ്റ്റർ തന്നെയാണ്. വേരിയബിൾ റെസിസ്റ്റർ തന്നെയാണ് റിയോസ്റ്റാറ്റ്. അത് വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസിസ്റ്റർ വരച്ചതുപോലെ തന്നെ ഇങ്ങനെ സിഗ്സാഗ് ആയിട്ടുള്ള ലൈൻസ് ഇങ്ങനെ വരച്ചിട്ട് മുകളിൽ നിന്നും ഇങ്ങനെ ഒരു ആരോ ഇങ്ങനെ കൊടുക്കുക. ഇതാണ് റിയോസ്റ്റാറ്റ്. ഇതും വേരിയബിൾ റെസിസ്റ്റർ തന്നെയാണ്. നമുക്ക് അടുത്ത പോർഷനിൽ, അതായത് നമ്മൾ ഓംസ് ലോ പഠിക്കുമ്പോൾ ഇതെന്താണെന്നൊക്കെ ഡീറ്റെയിൽഡ് പഠിക്കുന്നുണ്ട്. ഇനി 11th അമ്മീറ്റർ. അമ്മീറ്റർ നമ്മളിപ്പം കുറേ വട്ടം പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അമ്മീറ്റർ ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചിട്ട് അതിൽ എ എഴുതുക, പ്ലസ് മൈനസ്. പിന്നുള്ളത് വോൾട്ട് മീറ്റർ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കമ്പോണൻസ്. നമ്മളൊരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ കോമൺലി യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ വോൾട്ട് മീറ്ററിൽ വി എഴുതണം, പ്ലസും മൈനസും കൊടുക്കണം. ഈ പ്ലസും മൈനസും ഒന്നും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ മാർക്ക് പോകും. അപ്പം ഇതൊക്കെയാണ് നമ്മളൊരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പം ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ജോയിന്റ് ഇങ്ങനൊരു വര വരയ്ക്കുക, ഇതിനെ ക്രോസ് ചെയ്ത് വരും. പക്ഷേ ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല. ആ ഒരു നമ്മൾ വരച്ച ആ ഹൊറിസോണ്ടൽ ലൈനിൽ വന്നിട്ട് നിൽക്കണം. അപ്പം അതാണ് അവിടെ ഒരു പോയിന്റ് ഇടുമ്പോൾ അത് ജോയിന്റ് ആണെന്നാണ് കാണിക്കുന്നത്. പിന്നെ ഒരു ക്രോസിംഗ് വയേഴ്സ് ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലൊരു വര വരച്ചിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്നത് ഈ ഒരു രീതിയിൽ, ഇതിൻ്റെ മുകളിൽ കൂടെ പോകുന്ന രീതിയിൽ വരച്ചാൽ മതി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. ബൾബ് ഈ ഒരു രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റെസിസ്റ്റേഴ്സും വേരിയബിൾ റെസിസ്റ്റർ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. റെസിസ്റ്റർ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ സിഗ്സാഗ് ലൈൻസ് ആണ് ഇവിടെ ഇങ്ങനെ വരയ്ക്കേണ്ടത്. വേരിയബിൾ റെസിസ്റ്റർ വരയ്ക്കുമ്പോൾ ഇതേപോലെ സിഗ്സാഗ് ലൈൻസ് വരച്ചിട്ട് ഇങ്ങനൊരു ക്രോസ് കൊടുക്കുക, ഇങ്ങനൊരു ആരോ കൊടുക്കുക. റിയോസ്റ്റാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ റെസിസ്റ്റർ വരയ്ക്കുക, അതിന് മുകളിൽ കൂടി ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ ഇങ്ങനെ ഒരു ആരോ കൊടുക്കുക. അമ്മീറ്റർ ആണെന്നുണ്ടെങ്കിൽ റൗണ്ട് വരച്ച് എഴുതി രണ്ട് സൈഡിലും പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുക. വോൾട്ട് മീറ്റർ ആണെങ്കിൽ റൗണ്ട് വരച്ചിട്ട് ബി എഴുതിയിട്ട് രണ്ട് സൈഡിലും ഇത് കൊടുക്കുക. അപ്പോൾ ഇത്രയും സിമ്പിൾസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഉപയോഗിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയാലും പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളായാലും, അതായത് 1 വോൾട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെ മെഷർ ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ വോൾട്ട് മീറ്റർ ഏത് രീതിയിലാണ് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യേണ്ടത്, വോൾട്ട് മീറ്റർ എന്താണ് മെഷർ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അത് പാരലലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പം നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോൾ, അതായത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ 2-3 വട്ടം കാണണം. അപ്പം ആ കാണുന്ന സമയത്ത് നിങ്ങളത് ഒബ്സർവ് ചെയ്യാൻ നോക്കണം. അതായത് എന്താണ് അതിൽ, എന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തിട്ട് നിങ്ങളത് ഓരോ വീഡിയോയും കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. പിന്നെ നമ്മൾ പഠിച്ചത് ഈ ഒരു സിമ്പിൾസിനെ പറ്റിയായിരുന്നു. കുറേ നമ്മൾ ഒരു 12 സിമ്പിൾസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിൾസും പിന്നെ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് എന്തായിരുന്നു, അമ്മീറ്ററിൻ്റെയും വോൾട്ട്മീറ്ററിൻ്റെയും ഡിഫറൻസ്. അത് ഓർത്തിരിക്കുക കേട്ടോ. അത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്കത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.
ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഇത് ഷെയർ ചെയ്യുകയും വേണം, നിങ്ങളോടൊപ്പം അവരും കൂടി പഠിക്കട്ടെ. താങ്ക് യു. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി.